പാടി ഞാൻ നിത്യവും സ്വർഗീയ സന്തോഷമേഘത്തിലുണ്ടിന്നലേക്കാൾ സ്വർഗീയ സന്തോഷമേഘത്തിലുണ്ടിന്നലേക്കാൾ എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനാ തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ തൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. സന്താപം തീർന്നിട്ടു മന്ദമില്ലായുഗം ശാന്തനുമായി വാഴുവാൻ. സന്താപം തീർന്നിട്ടു മന്ദമില്ലായുഗം ശാന്തനുമായി വാഴുവാൻ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. ഉള്ളം കൊതിക്കുന്നേ പാദങ്ങൾ പൊങ്ങുന്നേ. എന്നിങ്ങോ വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. എന്നിങ്ങോ വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആമേൻ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രിയരെ, കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. അത് ഓർത്ത് ദൈവത്തിന് സ്തുതിപ്പാൻ വകയുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരാമല്ലോ. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 126 സങ്കീർത്തനം 126 അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. സ്തോത്രം. ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് കൈമാറുന്നത്. സ്തോത്രം. ഇത് 1-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. സ്തോത്രം. ഒരു മടങ്ങി വരവ്, പ്രവാസ ജീവിതം കഴിഞ്ഞ് ചില ജനത്തെ ദൈവം മടക്കി വരുത്തുകയാണ്. അവർ മടങ്ങി വന്ന് സ്വജനത്തോടെ അവർ വന്നപ്പോൾ 5-ാം വാക്യം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. അപ്പോൾ അവരൊരു ആർപ്പോടെ അവർ മടങ്ങി വരികയാണ്. ആമേൻ. നമുക്കറിയാം, സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ആമേൻ സ്ഥലമാണ് സിയോൻ. ആമേൻ. അതാണ് പാട്ടുകാരൻ പാടുന്നില്ലേ, സിയോൻ സൈന്യമേ. അപ്പോൾ സിയോൻ സൈന്യമേ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. നിങ്ങളെ നയിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ മുൻപിൽ ഉണ്ട്. ആമേൻ.
എന്നാൽ യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യിരെമ്യാവിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ 31-ാമത്തെ അധ്യായത്തിൽ യിരെമ്യാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായും വ്യക്തമായും 9-ാമത്തെ വാക്യത്തിൽ ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ കരഞ്ഞുകൊണ്ട് വരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും. അവർ ഇടറി പോകാതെ ആമേൻ നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ ആമേൻ. സ്തോത്രം. അപ്പോ ഇവരൊന്നും ഇടറിപ്പോകത്തില്ല. കാരണം അവരെങ്ങനെയാ വരുന്നത്? കരഞ്ഞുകൊണ്ടുവരും. അവർ എന്ത് ചെയ്യുന്നു? കരഞ്ഞു വരിക. കരഞ്ഞ്. എവിടെ നിന്നാണ് വരുന്നത്? വടക്കേ ദേശത്ത് നിന്നാണ് അവർ വരുന്നത്. മാത്രമല്ല ഭൂമിയുടെ അറ്റം അവരെ ഒക്കെ എന്ത് ചെയ്യും? ആമേൻ കൊണ്ടുവരികയാണ്. സ്തോത്രം. എന്നാൽ കുരുടന്മാരും ഉണ്ട്, മുടന്തന്മാരും ഉണ്ട്, ഗർഭിണികളുമുണ്ട്, നോവ് കിട്ടിയവരുമുണ്ട്. എല്ലാവരെയും എന്ത് ചെയ്യും? ശേഖരിക്കുക. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് എന്ത് ചെയ്യും? മടങ്ങി വരും. എവിടേക്കാ? സിയോൻ. ഒരു മടങ്ങി വരവ് ഇവിടെ ദൈവം കൊടുക്കുക. മാത്രമല്ല അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രയീം എൻ്റെ ആദ്യ ജനവുമല്ലോ. സ്തോത്രം. അപ്പോൾ ആദ്യജാതനുമല്ലോ എന്ന് പറയപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവപൈതലെ പലപ്പോഴും നമ്മെ കണ്ടിട്ടും കാണാത്തത് പോലെ പോകുന്ന നൂറുകണക്കിന് പേരുണ്ട് കേട്ടോ. ആമേൻ. കുത്തിരിഞ്ഞ് കരഞ്ഞും പ്രാർത്ഥിച്ചും ദിനത്തിന് ആമേൻ ആലോചനയും കൊടുത്ത ശേഷം ഇവരെല്ലാം നമ്മെ തള്ളിപ്പറഞ്ഞിട്ട് പോകുന്നവരാ. പക്ഷെ അവിടെ എല്ലാം ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അഭിഷക്തന്മാരെ ചേർത്ത് പിടിക്കും. സ്തോത്രം. ഇവിടെ നമ്മൾ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. ആമേൻ. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ണീരോടെ വിതച്ച ആയിരക്കണക്കിന് ഭക്തന്മാരെ കാണാൻ കഴിയും. അബ്രഹാം മുതൽ, നോഹയുടെ കാലഘട്ടം മുതൽ, ജലപ്രളയം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ, മലാക്കി വരെ വരുമ്പോൾ ആമേൻ അനവധി നിരവധി ഭക്തന്മാർ കരയുന്നത് കാണാൻ കഴിയും. ഏലിയാവ് കരഞ്ഞു. ഏലിയാവിനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. പലപ്പോഴും പൊട്ടിക്കരയാറുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം വിളിച്ചിറക്കിയ അബ്രഹാം പൊട്ടി കരഞ്ഞു. സ്തോത്രം. വാഴ്ത്തുത്വം പറഞ്ഞു. 25 വർഷം താൻ കാത്തിരുന്നു. സ്തോത്രം. കണ്ണീരോടും ആമേൻ പ്രാർത്ഥനയോടും താൻ ദിവസങ്ങളും മാസങ്ങളും തള്ളി നീക്കി. സെക്കരിയാവിനും എലിസബത്തിനും വാഴ്ത്തത്വമുണ്ടായിരുന്നു, ദൂത് കിട്ടിയതാ. പക്ഷെ നിവർത്തീകരണത്തിനായി ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി. സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവാരോടൊക്കെ പറയുന്നു, ആമേൻ, ദൈവ കുഞ്ഞെ, വിത്ത് ചുമന്നും കരഞ്ഞും, സ്തോത്രം, ആമേൻ, വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. സ്തോത്രം. ഒരു ആർപ്പോടെ വരികയാണ്. അതിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. കാരണം അതിൻ്റെ പിന്നിൽ എസ്തേരുടെ പുസ്തകം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എസ്തേർ പറയുന്ന ഒരു കാര്യം, യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേൽ ദൈവമായ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാവിൻ്റെ ഹൃദയത്തെ ആമേൻ അവർക്ക് അനുകൂലമാക്കുകയും ആമേൻ ചെയ്തതുകൊണ്ട്
അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. എന്താ, ചില രാജാക്കന്മാരുടെ ഹൃദയങ്ങൾ ദൈവം ഇളക്കുകയാണ്. ആമേൻ. ഇന്ന് പകലിൽ ദൈവകുഞ്ഞെ, നിനക്കു വേണ്ടി ഒരുത്തൻ എണീറ്റിട്ടുണ്ട്. നിന്റെ വിഷയം ഏതായിക്കൊള്ളട്ടെ, നീ കരഞ്ഞതും വിതച്ചതുമായ വിഷയത്തിന് ഇന്ന് പ്രഭാതത്തിൽ മറുപടിയാണ്. എത്രയോ രാത്രികളിൽ നീ കരഞ്ഞും പ്രാർത്ഥിച്ചും വാഴ്ത്തത്വത്തിന് വേണ്ടി മുട്ടുമടക്കിയതും ഉപവസിച്ചതും തീരുമാനമെടുത്തതും സമർപ്പിച്ചതും ഇതെല്ലാത്തിൻ്റെയും മറുപടി നിന്റെ വാതുക്കൽ വന്നു കിടപ്പുണ്ട്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തിൻ്റെ കണ്ണീർ തുടയ്ക്കണമേ അപ്പ. ഒരു വലിയ വിശാലത അവർ കാണട്ടെ. സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യണമേ. കൃപയുടെ മറവിൽ മറയ്ക്കണം. അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.